السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇന്നലെ നമ്മൾ മൗലിദിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്ന് മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവ് ആരാണ്, ആ രചനാ പശ്ചാത്തലം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. വലിയ സൈനുദ്ദീൻ മഖ്ദൂം എന്നറിയപ്പെടുന്ന സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ് റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലിദ് രചിച്ചത് എന്നതാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം. മഹാനവറുകളുടെ പൂർണ്ണനാമം അബൂ യഹ്യ സൈനുദ്ദീൻ ഇബ്നു അലി ഇബ്നു അഹ്മദ് അൽ മഅബരി ശാഫിഈ എന്നാണ്. ഹിജ്റ 871 മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അൽ മഅബരി ഒന്നാമൻ അദ്ദേഹം ജനിക്കുന്നത്. വലിയ മഹത്തുള്ള പണ്ഡിതനും ഒരുപാട് ശിഷ്യന്മാരും ഒരുപാട് വലിയ ഉസ്താദന്മാരുടെ അടുക്കൽ നിന്നൊക്കെ ഇൽമ കരസ്ഥമാക്കിയ വ്യക്തിത്വമാണ് അദ്ദേഹം. വെറും സൗകര്യങ്ങൾ വളരെ കുറഞ്ഞൊരു കാലഘട്ടത്തിൽ ആലോചിച്ച് നോക്കുക, 500 വർഷം പിറകോട് ചിന്തിച്ചു നോക്കുക. ആ കാലഘട്ടത്തിൽ ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടുന്ന് ഒരുപാട് ഉസ്താദന്മാരിൽ നിന്നും ഇൽമ ശേഖരിച്ച് വലിയ ഇൽമിൻ്റെ വീതിയിൽ സേവനം ചെയ്ത മഹാനാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഒരുപാട് ആളുകൾക്ക് തണലായി ജീവിച്ചു. ഏറ്റവും പ്രധാനമായും കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന ദേശമാണ് പൊന്നാനി. കാരണം ഒരു കാലഘട്ടത്തിൽ ഇൽമിൻ്റെ ജ്ഞാനമെന്ന് പറഞ്ഞാൽ പൊന്നാനിയായിരുന്നു. വിളക്കത്തിരിക്കൽ സമ്പ്രദായം ഇതെല്ലാം കൊണ്ടുവന്നത് മാത്രമല്ല, ഇന്നും നമ്മുടെ ദഅവ കോളേജുകളിൽ പിന്തുടരപ്പെടുന്ന സിലബസ് അത് മഖ്ദൂം സിലബസാണ്. അതെല്ലാം ക്രോഡീകരിക്കുന്നത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ്. ഇന്നും നമുക്ക് പൊന്നാനി പോയാൽ ആ മഖ്ബറ ഇങ്ങനെ കാണാം. കെട്ടിപ്പൊന്തിച്ചിട്ടൊന്നുമില്ല, എപ്പോഴും നല്ല രീതിയിൽ പക്ഷേ അവിടെ കാണാൻ കഴിയും. മഹാനവറുകളുടെ മഖാം ഇപ്പോഴും കാണാൻ കഴിയും. അപ്പോൾ ആ മഹാനവറുകളാണ് ഇത് രചിക്കുന്നത്. ഇതിൻ്റെ പേര് മങ്കൂസ് എന്നാണ്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ 1000 വർഷങ്ങൾ പഴക്കമുള്ള ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ സുബ്ഹാന മൗലിദിൽ നിന്നും ചുരുക്കിയിട്ടാണ് ഈ മങ്കൂസ് മൗലിദ് രചിച്ചത് എന്നാണ് ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. രണ്ടാമതായി മൻകൂസ് അഥവാ കാഫും സീനുമാക്കി പറയുമ്പോൾ അതും ഇതിനോട് വല്ലാതെ യോജിക്കുന്നുണ്ട് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ചില മഹാന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മങ്കൂസ് അല്ല, മങ്കൂസ് ആണ്, കാഫും സീനും ആണ് എന്ന് ഒരുപാട് മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ഭൂജാതനായ സമയത്തു ഈ പല നാടുകളിലും പല രാജ്യങ്ങളിലും ആ സമയത്ത് നടന്നിരുന്ന ബിംബാരാധനകൾ, ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളെല്ലാം പൊളിഞ്ഞു വെക്കുകയാണ്. ബിംബങ്ങളെല്ലാം തലകുത്തി വെക്കുകയാണ്. അതിനിക്കും മങ്കൂസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ജനന ദിവസത്തിൽ നടന്ന സംഭവത്തിനിക്ക് അതുമായി ബന്ധപ്പെട്ട് സാഹിത്യ രീതിയിൽ അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് മങ്കൂസ് എന്ന് പേരിട്ടതാണ് എന്നും ചില മഹാന്മാരെ അഭിപ്രായപ്പെട്ടിട്ട്. നിങ്ങൾക്കറിയാലോ, ഖുർആനിലെ സൂറത്ത് നമുക്കറിയാം, ഓരോ സൂറത്തിനും വ്യത്യസ്ത നാമങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബഖറ സൂറത്തിന് വലിയൊരു സൂറത്തിന് ബഖറ എന്ന് നാമിട്ടു. അപ്പം ആ ബഖറ എന്ന് പറയുന്ന വിഷയം, ആ പശുവിനെ പറ്റി പറഞ്ഞ വിഷയം വളരെ പ്രധാനപ്പെട്ട മനുഷ്യ മനസ്സുകളെ കുലുക്കുന്ന, തരിപ്പിക്കുന്ന വല്ലാത്തൊരു വിഷയമാണ് ഈ ബഖറ സൂറത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് അതെനിക്ക് ബഖറ എന്ന് പേരിട്ടു. അപ്പോൾ ആ മങ്കൂസ് മൗലിദിൽ മുത്തനബി തങ്ങളുടെ ജനിച്ച സമയത്തുണ്ടായ ഒരുപാട് അത്ഭുതങ്ങളെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മങ്കൂസ് കാഫും സീനുമായിട്ട് തന്നെ യോജിക്കുമെന്നും ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി കാണാം. വകാന അസ്നാമുദ് ദുനിയ മങ്കൂസ എന്ന് മൗലിദ് തന്നെ കാണാം. അപ്പോൾ മങ്കൂസ് എന്നും പേരുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ സേവന മണ്ഡലമായിട്ടുള്ള പൊന്നാനിയിലും പരിസര പ്രദേശത്തൊക്കെ കോളറ രോഗം വല്ലാതെ വ്യാപിക്കുകയാണ്. ജനങ്ങളെല്ലാം നിരന്തരമായിട്ട് തുടരെ ഇങ്ങനെ മരിച്ചു പോകുകയാണ്. മയ്യത്തുകളുടെ ആധിക്യം കാരണം മറമാടാൻ ആളെ കിട്ടുന്നില്ല, മറമാടാൻ സാധിക്കുന്നില്ല. അത്രയും ആളുകൾ മരിച്ചു പോകുകയാണ്. ഓരോ മണിക്കൂറിലും നിരവധി ആളുകൾ മരിക്കുകയാണ്. അങ്ങനെ പ്രയാസപ്പെട്ട വല്ലാതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങളെല്ലാം കൂടി നാട്ടിലെ മുഖ്യമായിട്ടുള്ള ആത്മീയ നേതാവായ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് വരുന്നു. വിവരങ്ങളൊക്കെ പറയാണ്. എന്നിട്ട് അവർ പറയാണ്, ജനങ്ങളെല്ലാം കോളറ ഒന്ന് മരിക്കുകയാണ് തങ്ങളെ, ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട്, ഷെയ്ഖ് അവരുടെ പരിഹാരം തരണം, ഒരു പരിഹാരം പറഞ്ഞു തരണം. അങ്ങനെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലിദ് ചെല്ലാനും അതിൻ്റെ പേര് നല്ല സദ്യ ഒരുക്കാനും കൽപ്പിക്കുകയാണ്. മഹാനവറുകളുടെ കൽപ്പന പ്രകാരം തന്നെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ മങ്കൂസ് മൗലിദ് ചെല്ലാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ, വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ആ കോളറ രോഗം നാട്ടിൽ നിന്ന് വിട്ടുമാറുകയാണ്. നാട്ടുകാരുടെ ജീവിതം സാധാരണഗതിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഈ മങ്കൂസ് മൗലിദിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും ശിഫ ലഭിക്കുകയാണ്. വലിയ പകർച്ചവ്യാധി കൊണ്ട് വലഞ്ഞ സമയത്ത് രക്ഷക്കായി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നൽകിയതാണ് ഈ മങ്കൂസ് മൗലിദ്. മഹാനവറുകൾ ഹിജ്റ 928 ശഅബാൻ 16 ലോകത്തോട് വിട പറയുന്നുണ്ട്. പൊന്നാനി പള്ളിയിൽ നമുക്ക് ഇന്ന് പോയാലും ആ മക്കബർ ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ഈ മങ്കൂസ് മൗലിദ് പതിവാക്കുന്നതിലൂടെ രോഗശമനവും അതേപോലെ കുടുംബത്തിൽ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകും. കുട്ടികളുടെ വികൃതി മാറാനൊക്കെ മങ്കൂസ് മൗലിദ് ബൈത്തുകൾ ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഉസ്താദന്മാരൊക്കെ പറയാറുണ്ട്. അപ്പോൾ വലിയ ഫദീലത്തുള്ളതാണ് മങ്കൂസ് മൗലിദ്. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമുക്ക് ഹദീസുകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം. ഓവർ ക്ലാസ് ആകാൻ പറ്റില്ല. നമുക്കറിയാലോ, സൈക്കോളജി അങ്ങനെ പറയുന്നത്, ഒരാളെ ഒരു വിഷയത്തിൽ കൂടുതൽ നേരം സ്ഥിരപ്പെടുത്തൽ സാധ്യമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് 7-8 മിനിറ്റോ അങ്ങനെയൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാം.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ക്ലാസ് എടുക്കുന്നത് മഹാനായ കുണ്ടൂർ ഉസ്താദിൻ്റെ ഹളറത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടേക്ക് പൊരുത്തം നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.